ഗൈസ് ഒരു സ്വപ്നം കണ്ടു ദോശ തിന്നണതായിട്ട്. അപ്പോൾ നല്ലൊരു ദോശ തിന്നാൻ ഒരു പൂതി. നമുക്ക് നല്ല ദോശ ഇവിടെ കിട്ടാം. ഞാൻ എനിക്കറിയാനോടത്തൊക്കെ നോക്കി ഞാൻ പാലക്കാട് ജില്ലയിലെത്തി. ബട്ട് സ്റ്റിൽ ഒരു രക്ഷയില്ല. എവിടെയും നല്ലൊരു ഒത്തൻറ്റിക് ദോശ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ലോ ലെവൽ പിടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ഹൈ ലെവൽ പിടിക്കാം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ ഷൊർണൂർ വഴി ലോക്മാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 9:15 പുറപ്പെടും. വന്ന് ഒരു ഒറ്റ മൈൻഡ് ട്രിപ്പ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടെണ്ണം ഇതാണ് നേത്രാവതി പുഴ. അതെ, മംഗലാപുരം എത്താറായി. അപ്പോൾ നമ്മൾ ദോശ തെരഞ്ഞ് മംഗലാപുരം വരെ എത്തി. ഇനിത് ഈ ട്രെയിൻ എവിടം വരെ പോകുമ്പോൾ നമുക്കൊരു പിടുത്തമില്ല. എത്തണോടത്ത് എത്തട്ടെ. അങ്ങനെ നമ്മുടെ അന്വേഷണം നീണ്ട് നല്ല ഒത്തൻറ്റിക് ദോശ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ നൗ വി ആർ അറ്റ് ദോശ കിട്ടുമോ? കിട്ടട്ടെ. ഇവിടെ നല്ല വെയിലാണ്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ. പക്ഷെ വിശക്കുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സാമ്പാറിൻ്റെയും ദോശയുടെയും മണം വരുന്നുണ്ട്. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ തിന്നണില്ല. നമുക്ക് പുറത്തിറങ്ങി നല്ല സ്ഥലത്ത് പോയി തിന്നാം. റെയിൽവേ സ്റ്റേഷൻ ഒരു മുക്കിലാണ്. ഇവിടുന്ന് റൂം കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ കുറേ പാടുപെട്ടു. അപ്പോൾ ഇപ്പോൾ റൂം ഏകദേശം സെറ്റായിട്ടുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് എടുക്കാം. പക്ഷേ ഞങ്ങളിവിടെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. പോയി നോക്കി നോക്കാം നല്ലതാണോ അല്ലേന്ന്. എന്താ പറ്റി? സാധാരണ എവിടെ പോയാലും നമുക്ക് പണി കിട്ടില്ല പതിവ്. ഇത് നല്ല അടിപൊളി റൂം. അവള് വെച്ചോ. ഇത് നല്ല അടിപൊളി റൂം ഞാൻ കാണിച്ചു തരാം. വൈദ്യവേ റൂമിൽ ബെഡ്, 2 ബെഡ്, വലിയ ബെഡ് ഉണ്ട്, വൈഫൈ ഉണ്ട്, മറ്റേ ചൂടുവെള്ളം, പിന്നെന്താ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇവിടെ, TV, ഇതൊക്കെ ഉണ്ട്. ബട്ട് ഞങ്ങൾക്ക് ഭയങ്കര ചീപ്പായിട്ട് കിട്ടി. അത് ഞാൻ എങ്ങനെ എടുത്തെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കും ഭാവിയിൽ ഉപകാരപ്പെട്ടോട്ടെ. ഗൈസ് ഇതാണ് റൂം. അപ്പോൾ ഞാൻ ഞെട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ സാധാരണ എവിടെ പോയാലും ഞങ്ങൾക്ക് പണി കിട്ടലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾക്കൊക്കെ നന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വയനാട് പോയതായാലും നല്ല അടിപൊളി റൂമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്ര അടിപൊളി റൂം കിട്ടും. ഇത്ര അടിപൊളി പറയുന്നത് ഭയങ്കര ഷൂട്ട് റൂമാണെന്നല്ല ഞാൻ പറയണേ. അത്യാവശ്യം നല്ല റൂമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്, അത്യാവശ്യം നല്ല സർവീസുമാണ്. സോ ഗൈസ് പറഞ്ഞുതരാൻ മാത്രമൊന്നുമില്ല. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ കുറേ റൂം വിളിച്ച് അന്വേഷിച്ച് നടന്നില്ല. അപ്പോൾ വെറുതെ ഒന്ന് പരീക്ഷ നോക്കാന്ന് ചോദിച്ചിട്ട് IRCTCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് റൂം നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ IRCTCയുടെ ഡിസ്കൗണ്ടും എല്ലാം കൂടി കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ റൂം ഇവിടെ സെറ്റായത്. സോ ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് പറയണതാണ്. എല്ലാവരും IRCTCയുടെ ആപ്പോ IRCTC വെബ്സൈറ്റോ ഉപയോഗിച്ച് റൂം ബുക്ക് ചെയ്താൽ മതി. സോ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ഗൈസ് ഇവിടെ ബസ്സിലൊക്കെ കന്നഡ എഴുതിയിട്ടേക്കണത്. ഒരു വിധത്തിൽ നമ്മൾ ബസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്, ഭയങ്കര ഫേമസ് ബീച്ചാന്നൊക്കെ കേട്ടത്. അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു 10 കൊല്ലം മുന്നേ പോയ പോലെയാണ് തോന്നുന്നത്. 10 കൊല്ലം മുന്നത്തെ നാട്ടിലൊക്കെ പോയ പോലത്തെ അവസ്ഥ. ഇടക്കും തലക്കൊരു ഇത്തിരി വലിയ സെറ്റപ്പുള്ള കട, ബാക്കിയൊക്കെ നോർമൽ കട. ബസ്സൊക്കെ നോക്ക്, ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഓവറോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു നമ്മളൊരു 10 കൊല്ലം പിന്നോട്ട് പോയ മാതിരിയാണ് തോന്നുന്നത്. സോ ഗൈസ് ഞങ്ങളിവിടെ മാൽപ്പേ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി.
ചെങ്ങായി ഷട്ടിക്ക് ഇട്ടിരിക്കണ കണ്ടിട്ട് ഷോബീസിന്റെ മൂട് പോയി. ടു ബി ഹോണസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല പറഞ്ഞാൽ വൻ മോശം സ്ഥലമൊന്നുമല്ല, ഒരു സുഖമായിട്ടില്ല അവിടെ. അതുകൊണ്ട് വീഡിയോക്കും വലിയ രസമൊന്നും ഉണ്ടാവില്ല ഈ വീഡിയോ. അപ്പോൾ ഞാനത് മുന്നേ തന്നെ ഗ്യാരണ്ടി എടുത്തതാണ്. അറ്റം മുതൽ ഈ അറ്റം വരെ നിറച്ച ആൾക്കാരാണ്. ഒരു സ്ഥലം പോലും ക്യാപ്പിലുള്ള എല്ലായിടത്തും ആൾക്കാർ. ശരി, ഹലോ. എക്സ്പെക്ട് ചെയ്ത സംഭവങ്ങളൊന്നുമില്ല ഇവിടെ. നീ എന്താ എക്സ്പെക്ട് ചെയ്തേ? നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല വൈബ്, അങ്ങനത്തെ വൈബ് ഉണ്ടല്ലോ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. പീസ്ഫുൾ ആയിട്ടൊന്ന് ഇരിക്കാനൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൾക്കാരായിട്ട് അവിടെയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിന്റെ മാത്രമല്ല, മൊത്തത്തിൽ ഒരു ഉടുപ്പി വന്നതിന് ശേഷമുള്ള മൊത്തത്തിലൊരു വൈബ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എനിക്കല്ല. എനിക്ക് നിനക്കോ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. വലിയ ഒരു കാര്യമില്ല ഇവിടെ. ബസ്സിന് ടിക്കറ്റ് പോലും ഇല്ല. ബസ്സിന് ടിക്കറ്റ് ഇല്ല. സാധാ ബസ്സല്ലേ ഇവിടുത്തെ ബസ്സൊക്കെ. ലൈക്ക് പണ്ട് കാലത്ത് ഓടിയിരുന്ന ബസ് പോലത്തെ സെറ്റപ്പാണ്. ആസ് ഐ സെഡ് ഒരു 2010 2015 കാലഘട്ടത്തിലേക്ക് പോയ മാതിരിയാണ് ഇപ്പോൾ വന്നപ്പോൾ. മൊത്തത്തിൽ ഇതെവിടെ ബീച്ചായാലും പണ്ട് മറ്റേ സ്നേഹതീരം ചാവക്കാട് ബീച്ചൊക്കെ പോയായിരുന്ന പോലെ ഉണ്ട് ഇവിടെ. ആകെ ഉള്ളൊരു വ്യത്യാസം നിറച്ച ആൾക്കാരുണ്ട്. എനിക്കറിയില്ല, ഇവിടെ ആകെ ഉള്ളു കാണാൻ. ഉടുപ്പി വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കണം. അതൊരു പോയിന്റാട്ടെ. ഉടുപ്പിയിൽ വന്നു കഴിഞ്ഞാൽ പൈസ ഇല്ലാണ്ട് കാണാൻ പറ്റിയ ആളുള്ളൊരു സ്ഥലത്താണ്. ബാക്കിയുള്ളവർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സോ ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് സിനിമയുടെ റിവ്യൂ പറയണ പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സ്ഥലം നോക്കിയ പോലെ പൈസ കൊടുത്ത സ്ഥലത്ത് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കുറ്റം പറഞ്ഞ അവസ്ഥ വരില്ലായിരുന്നു. നമുക്ക് സോനുവിൻ്റെ വെറൈറ്റി ഷോട്ട് എടുക്കാം. ഗൈസ്, ഇവിടെ നിറച്ച് പട്ടാണ്. അത് കണ്ടപ്പോൾ പട്ടം പറത്താനൊരു പൂതി. നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങളും കരസ്ഥമാക്കിയ ഒരു പട്ടം. അതാണ് നമ്മുടെ ഗൈസ്. ഈ പിന്നാക്കിയോ പട്ടാണ് ഞങ്ങളുടെ. അവിടെ മറ്റേ സൂപ്പർമാന്റെ വീഡിയോ എടുക്കാം. ഗൈസ്, പണ്ട് ഗൈസ് കൊറേ കാലം മുന്നേ പറത്തിയാണ് പട്ടം. ഗൈസ്, അസബ പറത്തുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ സ്ഥലം കണ്ടെത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മളെ പട്ടം പറത്തൽ നോക്കാൻ പോണത്. അപ്പൊ ഞാൻ വിടാൻ പോണത്. എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പിൽ പോണ പട്ടം നമ്മുടെ ഈ നൂല് തീരണം. പക്ഷെ എന്താന്നറിയില്ല, നമ്മളെ പട്ടം മാത്രം ഒരു അനുസരണം ഇല്ല. ഡാടാ പിന്നിലേക്ക് നോക്കി തോന്നിയോ? നമ്മള് ഇനി നമുക്ക് ആകെ 2-3 എതിരാളികളുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വെട്ടിച്ചു. അതാണ് നമ്മളെ പട്ടം. സോനു കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ട്. സോനുവിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ശോഭിച്ചുണ്ട്. പ്രധാന കണ്ണി ഞാനാണ്. ഞാനില്ലാണ്ട് ഈ പട്ട പറക്കിയില്ല. ഞാനില്ലെങ്കിൽ പട്ടം പറക്കൂല. അയ്യോ, സമ്മതിച്ചു. നീ തന്നെ മെയിൻ. ഈ പൊട്ടം പറക്കാൻ നോക്കിയിട്ട് മോളിൽ പോയ പട്ട താഴത്തേക്ക് വന്നു. അത് നല്ല ഹൈറ്റിൽ പോണ്ടായിരുന്നു. ചങ്ങായി അതിനെ ഡൗൺ ആക്കി. പട്ടം പറത്തുന്നതിന്റെ ഇടയിൽ ഒരു ക്യാമിയോ. രണ്ടെണ്ണം കൂടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇനി ഒരാളും കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എത്തും. ആളും കൂടി വെട്ടിച്ച് നമ്മൾ ഫസ്റ്റ് എത്തും. നൂലതാ നിലത്ത്. അയ്യോ, നോക്കി നൂല് കഴിഞ്ഞു. ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. അത്ര അതന്നെ ഗൈസ്, ഞങ്ങളെ നൂല് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. എന്നിട്ട് കയ്യിൽ കെട്ടിയിട്ടേക്കാണ്. നീ കെട്ടുന്നുണ്ടാ? കിട്ടി. യെസ് ഗൈസ്, അപ്പൊ നമ്മള് വെട്ടിച്ചു. ഗൈസ്, അപ്പൊ നമ്മള് ബാക്കിയുള്ള പട്ടങ്ങളൊക്കെ വെട്ടിച്ച് നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞങ്ങളൊരു എക്സ്പെരിമെന്റ് നടത്താൻ പോവാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ എത്ര ദൂരം പോകും നോക്കാം. ഇതാണ് ഞങ്ങളെ പട്ട. ഇപ്പോ ശരിക്കും എവിടെ അല്ലേ?
ആ നില തെറ്റി പോകുന്നുണ്ട്. നേരത്തേക്ക് തന്നെ പോകുന്നു. ഞാൻ വെച്ച് പറന്നു പോകുന്നു. പക്ഷേ എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി ഫെയിൽ. അത് ഗൈസ് അത് പറന്നു പോകുന്നു വിചാരിച്ചു, പറന്നു പോയില്ല. അത് താഴേക്ക് വീഴാണ് ചെയ്തത്. വീണു താഴെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ ഭയ്യാ എസ്റ്റു ഇപ്പത്താ 20 റുപ്യ അത് വേണം ഗൈസ്. ഒരു നോസ്റ്റാൾജിക് സാധനം മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഓ ലൈറ്റ് അടിച്ചിട്ട് എന്ത് രസം നോക്കിയാ. ആ ഗൈസ് ലൈറ്റ് അടിക്കുമ്പോഴുള്ള മുഖം നോക്കിയേ ഗൈസ്. നോക്കാം പഞ്ഞിമുട്ടായി തുറന്നേ അടിച്ചു. സംഭവം തിന്നണ അത്ര നല്ലതൊന്നല്ല, എന്നാലും പെട്ടെന്ന് കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജിയ. എന്നായത് അവൻ പാക്കറ്റ് പൊട്ടിക്കണല്ലോ പിന്നെ പായലിടുമ്പത്തിന് അവൻ ഓയോ അവൻ ഷുഗറുള്ള പേഷ്യൻ്റ് ആണ് കഴിച്ചത്. അത് കാരണം അവൻ അധികം തിന്നാൻ പറ്റില്ല. ബീച്ചിന്റെ വീഡിയോ ഒക്കെ കാണിച്ചാൽ ഒരു നിവൃത്തിയില്ല, കാരണം അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ നിൽക്കണത്. എങ്ങോട്ടേലും കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കും. ഇത് കാട്ടണല്ലോ പെണ്ണിനോട് തൊള്ളി നടക്കുക. എനിക്ക് സോനുവിന് പെണ്ണ് കിട്ടൂല. സോനു ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ നിനക്ക് പെണ്ണ് കിട്ടൂല കേട്ടാ. അവിടെ നോക്കടാ ലൈറ്റ് അടിക്കുമ്പോ ഉള്ള മുഖം മാരിക്കവിടെ. ആ മൊബൈലിൽ വിളിച്ചിട്ട് എന്താ പോലെ എന്റെ തെറ്റല്ലല്ലോ. നോക്കിയാ ഉണ്ട്. ഓ ഇവിടുത്തെ സമയം കഴിഞ്ഞ് തോന്നുന്നുണ്ട്. ഒരു ചങ്ങായി ഇവിടെ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ പോണുണ്ട്, എല്ലാവരോടും കയറി കയറി പറഞ്ഞിട്ട്. ഏതായാലും ഞങ്ങൾക്കും അടുത്തു, ഞങ്ങള് തിരിച്ചു പോണ്. ഇനിയിപ്പോ ഇന്ന് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. ആ ഗൈസ് ഞാൻ കുറെ ദോശ പറഞ്ഞ് നടന്നു. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യാനാണ്. അപ്പൊ നാളെയാണ് എക്സാം. നാളെ കഴിഞ്ഞ് നാളെ വൈകുന്നേരം തന്നെ പോകും, കാരണം മറ്റന്ന പെരുന്നാളാണ്. സോ ഇനിയിപ്പോ ഇനി വേറെ പരിപാടി ഒന്നുമില്ല പ്രത്യേകിച്ച്. ഞങ്ങൾ നേരെ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ എക്സാമിന് പോകും. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ അങ്ങനെ. ഗൈസ് സൂര്യൻ നിക്കണോക്കിയാ ചോന്നിട്ട് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ. ആ ഈ സോനാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ എക്സാമിന് പോവാണ്. എക്സാമിന് പോയി വന്നിട്ടാണ് നമ്മൾ ദോശ കഴിക്കാൻ പോണത്. ദോശ കിട്ടിയാൽ ഗൈസ് സ്കൂൾ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഇവൻ എക്സാമിന് തന്നെയാണോ പോണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടായത്. എക്സാം കഴിഞ്ഞിട്ട് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി കൈപ്പിടിച്ചാണ്. ഇതാണ് നമ്മൾ എക്സാം ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ പേര്. നമ്മളവിടെ എത്തി. ഗൈസ് ഇതെന്തത്. അപ്പോൾ ഗൈസ് എക്സാം കഴിഞ്ഞു. ഇത് വലിയ ക്യാമ്പസാണ്, ഞാൻ കയറി കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആകെ ഈ ഒരു ഏരിയയിൽ മാത്രമേ പെർമിറ്റ് ഉള്ളൂ. മൊബൈലൊക്കെ അവർ മേടിച്ച് കയറുന്ന ഇപ്പോഴാണ് തന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് പോവാണ്. ദോശ കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് പോയി ദോശ കഴിക്കാം നമുക്ക്. ഇവരെവിടെ കാണാനില്ലല്ലോ. ഗൈസ് വലിയ ക്യാമ്പസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൗതുകമാണ്, കാരണം ഞങ്ങൾ പഠിച്ചതൊരു പഠിച്ചതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഹൈസ്കൂൾ ഇതല്ല നീ മറ്റേത് കണ്ടായി, ഇത് അതിന്റെ ഭാഗമാണ്. ഞങ്ങള് പഠിച്ചതിന് ക്യാമ്പസ് എന്ന് പറയാൻ പറ്റൂല. സോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നമുക്ക് ദോശ കഴിച്ചിട്ട് കൂടി പോവാം. ഇവിടുന്നാണ് നമ്മള് ദോശ കഴിക്കാൻ പോണത്. ഹോട്ടൽ വൈകുണ്ഠപുരം അല്ല വൈകുണ്ഠം. അതെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കിട്ടുന്ന ദോശയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കഴിച്ചു നോക്കാം.
ഞാൻ മേടിക്കും ചിലപ്പോ മിക്കവാറും. നാട്ടിലത്താണോ ഇവിടുത്താണോ നല്ല ഇവിടുത്തെ നിനക്കോ? അവർ പറയുന്നത് നാട്ടിലത്താണ് ഇവിടുത്തെ അടിപൊളി നാട്ടിലത്തേനെ കാട്ടിന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടിനും രണ്ട് ടേസ്റ്റ്. നാട്ടിലത്തെ നോക്കുമ്പോൾ അവിടുത്തെ അടിപൊളി, ഇവിടുത്തെ നോക്കുമ്പോൾ ഇവിടുത്തെ അടിപൊളി. ഇവിടുത്തെ ടേസ്റ്റ് നല്ല രസമുണ്ട്, കൊള്ളാം, നൈസ്. ഇപ്പോൾ നമ്മൾ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്ത് നമുക്ക് ഇനി മസാല ദോശ കൂടി ഓർഡർ ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ട് നമ്മളോട് പറഞ്ഞാൽ തരും. ഗൈസ് ഞങ്ങളപ്പോൾ ഇവിടുത്തെ ഉഴുന്നോട എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അത് മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഉഴുന്നോട. അത്യാവശ്യം ചൂടും നല്ല മുരിഞ്ഞ വട ഗൈസ്. ഉഴുന്നോട തീരും. ഗൈസ് ഉഴുന്നോട അടിപൊളി. ഇനി നമ്മൾ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി എങ്ങനെ ഉണ്ട് നോക്കാം. ഗൈസ് മസാല ദോശ വന്നിട്ടുണ്ട്. ഒന്നും മോശം പറയില്ല, അടിപൊളി. ഗൈസ് ഇവിടെ കുറേ കടകളിൽ ഇങ്ങനെ സ്വീറ്റ്സ് ഇങ്ങനെ നിരത്തി വെച്ചാൽ കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിക്കാൻ ഒരു പൂതി. അപ്പോൾ നമുക്ക് ഒരെണ്ണം പോയി കഴിക്കാം. ഗൈസ് സാധനം മേടിച്ചിട്ടുണ്ട്, കൈ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഒരെണ്ണപ്പോൾ കഴിച്ചു നോക്കാം. ഒരെണ്ണം നമുക്ക് ബാക്കി ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാം. ഗൈസിൻ്റെ പേര് എന്തൊരു കെ വെച്ചിട്ടൊരു പേരായിരുന്നു, മറന്നു. എന്തൊരു കെ വെച്ചിട്ടൊരു നോക്കട്ടെ. നോക്ക് ോട്ടെ അത് ഇഷ്ടമായില്ല, എനിക്കിഷ്ടമായി. നൈസാണ്. ശോഭിച്ച് എന്താണെന്ന് അറിയാം ഇഷ്ടമാകാത്ത ഓ മേടിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞ് വെയിറ്റ് ഇട്ടൊന്നും. അത് കാരണം ഷുഗർ കട്ട്. അപ്പോൾ ഞങ്ങളപ്പോൾ തിരിച്ചു പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ എന്താ പറയുക, ദോശ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുക. ദോശ തേടിയുള്ള യാത്ര തേങ്ങണം കൊണ്ട് അത് പെട്ടെന്നൊരു ക്രിയേറ്റിവിറ്റി തോന്നിയപ്പോൾ ഇൻട്രോ അങ്ങനെ ആക്കിയതാണ്. സോ എനിവേ അങ്ങനെ ജസ്റ്റ് ഈ എക്സാം എഴുതാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് വന്നതാണ്. എനിക്കറിയാം ഈ വീഡിയോ വലിയ എൻ്റർടൈനിങ് ഒന്നും അല്ലായിരുന്നു എന്നുള്ളത്. എനിക്കും ഈ യാത്ര വലിയ എൻ്റർടൈനിങ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറവാണ് വീഡിയോയിൽ കാണുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. എനിക്ക് മാത്രം ഭംഗിയുള്ളൂ ഗൈസ്. നമുക്ക് സോനുനെ കുഴിച്ചിട്ടാലോ? എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ പൂതിയല്ലേ? ഇറങ്ങാൻ മതി. ഷോർട്സ് ഇട്ടിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ട് ഇറങ്ങാൻ പോയി. ഇട്ടിട്ടില്ല എന്ന് പറയരുത്, ഞാൻ പറയില്ല. ഇട്ടിട്ടില്ലെങ്കിൽ പുറത്തു പറയില്ല.